സ്ട്രീം ക്യാപ്ചേഴ്സിൻ്റെ ഒരു നല്ല എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നുള്ളത് തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഓട്സ് ഓംലെറ്റ് ആണ്. ഓട്സ് ഓംലെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താ പറയുക, കുഞ്ഞു മക്കൾ തൊട്ടിട്ട് നമുക്ക് എത്ര ഏജ് അല്ലെങ്കിൽ എത്ര പ്രായമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ്. അതായത് എന്ന് വെച്ചാൽ ഇപ്പം ചെറിയ നമ്മുടെ മക്കൾക്കൊക്കെ ആണെങ്കിൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓട്സ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ മോർണിംഗിലൊക്കെ ഹെവി ഫുഡ് കഴിക്കാത്ത ആളുകൾക്കാണെങ്കിലും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റും. ഈവൻ ബാച്ചിലേഴ്സിന് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ഈസി റെസിപ്പിയാണ്. ഈസിയാണ്, അതിന് കൂടെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് നമ്മളെ ഓട്സ് ഓംലെറ്റ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈം ഞാൻ പരീക്ഷിച്ച് നോക്കിയത് ഞാൻ ആക്കൂരാണ്. അപ്പം എന്താ പറയുക, കണ്ടിന്യൂസ് നമ്മളൊരു ഫുഡ് കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാം. അല്ലാതെ നമ്മൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ഏജ് വ്യത്യാസമോ അല്ലെങ്കിൽ പ്രായമായവർക്ക് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല. എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓട്സ് ഓംലെറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. ഇതാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സ്. ഇത് ഒരു 1 ടേബിൾ സ്പൂണാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓട്സാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഓട്സ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് എടുക്കണം. നല്ല ഒരു പൗഡർ ഫോമിലായിരിക്കണം ഈ ഓട്സ് നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുക്കുക. ഞാനിവിടെ കുക്കർ ഓട്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് പൗഡർ ഫോമിലാക്കാം, അല്ലെങ്കിൽ സാധാ പോലെയും പൗഡർ ഫോമിലാക്കാം. അങ്ങനെ നമ്മൾ ഓട്സ് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ഇതേപോലെ പൗഡർ ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് മാറ്റുകയാണ്. ഞാനിവിടെ മെഷറിംഗ് കപ്പിലെടുത്ത് 1 കപ്പ് ഉണ്ട്. അത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, പിന്നെ കുറച്ച് സവോള, ചെറുതായി അരിഞ്ഞ തക്കാളി, ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതേപോലെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് അത് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം അക്കുവിന് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അതൊന്നും ആഡ് ചെയ്യാത്തത്. അവന് എരിവ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ആണ് ഞാനത് ആഡ് ചെയ്യാത്തത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിട്ട് വരും. ഞാൻ 2 മുട്ടയാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് എടുത്തത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി നമ്മൾ ഇതേപോലെ ഒരു പാനിലാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മിക്സ് അതിനകത്തേക്ക് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഒരുമിച്ചിടണമെങ്കിൽ ഒരുമിച്ചിടാം, അല്ലെങ്കിൽ ഒരു 2 തവണയൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഒരൊറ്റ ഇതിൽ തന്നെ ഒരൊറ്റ ഓംലെറ്റിൻ്റെ ഫോമിലാണ് ആക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഒരു
ഭംഗിയുണ്ട്. ഇതിൽ നമ്മൾ ഓട്സിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വേവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ഇതാ റെഡിയായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നമ്മളെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ലോക്ക്ഡൗൺ തുടങ്ങിയ ആ ഒരു ടൈം മുതൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഹോം ബേക്കേഴ്സ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമായിരുന്നു നമ്മൾ ഈ ലോക്ക്ഡൗൺ എന്നുള്ളത്. അപ്പം എൻ്റെ കസിനും അതേപോലെ ഒരു സംരംഭം, അതായത് ഹോം മെയ്ഡ് കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവളിപ്പം കുറച്ച് ഓർഡേഴ്സൊക്കെ എടുത്തു തുടങ്ങി. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. ഞാൻ അവരുടെ കൂടുതൽ പേരും നമ്പറും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ കോഴിക്കോട് ഒരുവിധം ഏരിയകളിലേക്കൊക്കെ അവർക്ക് ഹോം ഡെലിവറി ഉണ്ട്, അവർ ചെയ്തു കൊടുക്കും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല, വീട്ടിലിരുന്ന് ഫോണിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നമ്മൾക്ക് ഏത് തരം അല്ലെങ്കിൽ ഏത് ഫ്ലേവറിലുള്ളതാണ് വേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവളത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ഡ്രീം ക്യാപ്ചേഴ്സിൻ്റെ സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടൊക്കെ തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും.